ഹായ് ഫ്രണ്ട്സ്, ഷീബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വീഡിയോയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നത് അതുൽ കൃഷ്ണയാണ്. ഇദ്ദേഹം കോട്ടയം CMS കോളേജിലെ BA ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കുറവ് എന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞ് ഞാനിവിടെ വന്നത്. കാരണം ഇദ്ദേഹത്തിന് ജന്മനാ കാഴ്ചശക്തിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ടെന്ന് കേട്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെല്ലാം കൂടുതലാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇദ്ദേഹത്തെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് അതുൽ കൃഷ്ണൻ എന്നാണ്, അതുൽ കൃഷ്ണ PS. നമ്മൾ ഇപ്പോൾ നിലവിൽ പഠിക്കുന്നത് ഫൈനൽ ഇയർ ആണ്. BA മലയാളം CMS കോളേജിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒളശ സർക്കാർ അന്ധവിദ്യാലയത്തിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ മറ്റും ട്രെയിനിങ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഗീതാധ്യാപകർ ചെമ്പക്കര അനിൽ സാറ്, സജി സാറ്, വിജയൻ സാറ്, ഇവരൊക്കെ പിന്നെ ഹരി സാറ്, ഇവരൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ആദ്യമേ നമുക്ക് ഇവരായിരുന്നു പറഞ്ഞു തന്നിട്ടിരുന്നത് കീർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വായിച്ച് വന്ന് പിന്നെ നമുക്ക് ഓരോ പുതിയ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നമുക്കന്ന് ഹാർമോണിയത്തിലോ കീബോർഡിലൊക്കെ വായിച്ച് നോക്കാനുള്ളൊരു താല്പര്യം തോന്നും. അങ്ങനെ തന്നെ വായിച്ച് നമ്മൾ നോക്കി അങ്ങനെ അതിൻ്റെ നൊട്ടേഷൻസൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ വായിച്ച് അങ്ങനെ പഠിച്ചെടുക്കാറാണ് ചെയ്യാറുള്ളത്. നമ്മൾ 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം, ഉപകരണ സംഗീതം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഉപകരണ സംഗീതത്തിനൊക്കെ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊരു സന്തോഷം. പിന്നെ 10ാം ക്ലാസ്സിൽ നമുക്ക് ഫുൾ A+ഓടുകൂടി ജയിക്കാൻ പറ്റി. അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയൊരു പ്രധാന നേട്ടമായിട്ട് കരുതുകയാണ്. പിന്നെ മിമിക്രിയൊക്കെ ലയൺസ് ക്ലബ്ബ് പോലുള്ള പരിപാടികൾക്കൊക്കെ പോയി അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതിനും പലപ്പോഴും സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ +1 +2 നമ്മൾ പഠിച്ചത് ചുങ്കത്തുള്ള SH മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്.
അവിടെ നമ്മൾ +1 +2 പഠിച്ച. പക്ഷേ അവിടെയൊക്കെ +1 ആയപ്പോഴത്തേന് ആ ഒരു രംഗത്തോട്ട് വലിയൊരു ഇതൊന്നും പറ്റിയില്ല. കൊറോണ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പോയി ഒരു സെറ്റപ്പ് പറ്റിയില്ല. പക്ഷേ 3 മാസത്തേന് പിന്നെ പോകാനെത്തി. പക്ഷെ അത്ര എൻജോയബിൾ ഒന്നും അല്ലായിരുന്നു. പിന്നീട് അവിടെ നമുക്ക് കീബോർഡ് വായിക്കാൻ ഒരു താല്പര്യം ഉണ്ടെന്നുള്ള മനസ്സിലായത്. നമ്മുടെ സാറൊക്കെ നമ്മളെ പൊളിറ്റിക്സ് സാറുണ്ട്, ജിമ്മി സാർ എന്ന് പറഞ്ഞാൽ ആ സാറ് നമ്മൾ കീബോർഡ് വായിക്കുന്നതിലൊക്കെ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീബോർഡൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ വായിപ്പിക്കുക. പിന്നെ NSSൻ്റെ പരിപാടിക്കൊക്കെ അവരെ സന്തോഷിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി അങ്ങനെ കീബോർഡൊക്കെ വായിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാരണം മറ്റ് ആർക്കായാലും സന്തോഷം ഉണ്ടാകുന്ന നമുക്ക് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് തന്നെ അതൊക്കെ ചെയ്ത്. പിന്നെ കോളേജിലോട്ട് വന്നപ്പോൾ CMS കോളേജിലാണ്. അവിടെയും നമ്മൾ കീബോർഡൊക്കെ വായിക്കുമായിരുന്നു. മിമിക്രിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, പാട്ടൊക്കെ പാടി. ഇപ്പോഴും അങ്ങനെയൊക്കെ പോന്ന് കഴിഞ്ഞിടയ്ക്ക് പ്രശസ്ത കഴിഞ്ഞതേ ഉള്ളൂ. പ്രശസ്തയ്ക്കും നമ്മളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രയോറിറ്റി കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. പിന്നെ ഓഡിയോ എഡിറ്റിങ് തുടങ്ങിയത് 8ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഒഡാസിറ്റി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓഡിയോ എഡിറ്റിങ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സംസാരിക്കും. പക്ഷെ അപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഓരോ പരസ്യങ്ങളും അനൗൺസ്മെൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ അവരുടെ ഒരു വൈദഗ്ധ്യം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നി, നമുക്കും ഇതൊന്ന് പഠിക്കണം. ബാക്കി ഇങ്ങനെ പറയുന്നവർക്ക് നമുക്കും ചെയ്തു കൊടുക്കണം, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നവർക്ക് നമുക്കും ചെയ്തു കൊടുക്കണമെന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ പഠിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ബേസിക്കായിട്ട് പഠിച്ചൊന്നുമില്ല, ഇച്ഛാശക്തി വെച്ച് തന്നെ നോക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ എല്ലാം സംസാരിക്കും. നമുക്കിപ്പോൾ മെനു എടുത്താലും ഉണ്ടോ ന്യൂ ഓപ്പൺ ഇങ്ങനെ ഓരോന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ഇന്റർഫേസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം Folder view list N need for edit folder view A on the page A announce Pooja on the Pooja next നമ്മളിപ്പോൾ ഇവിടെ ഒരു അനൗൺസ്മെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഒഡാസിറ്റി വെച്ചിട്ട് ഇത് പതുക്കെ ചെയ്ത് ശീലിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഓരോ പ്രോജക്റ്റുകൾ ഇങ്ങനെ അവർ പറയുന്ന രീതിക്ക് നമ്മൾ അയച്ചു കൊടുക്കും തോറും അപ്പോൾ കേൾക്കുന്നവർ ഓരോ പ്രാവശ്യവും ഓരോ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെന്ന്. SR Talks, Champion initiative to support the students with visual impairment. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ കട്ട് ചെയ്തു. ഇപ്പോൾ വേണ്ട വിഷ്വൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നമുക്കിനിയിപ്പം ഈ പ്രോജക്റ്റിൻ്റെ എക്കോ കൊടുക്കണമെങ്കിൽ എക്കോ കൊടുക്കാം. അപ്പോൾ അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ഇപ്പോൾ എക്കോ കൊടുക്കുകയാണെങ്കിൽ SR Talks, Champion initiative to support the students with visual impairment. ഓക്കെ, അപ്പം ഇതിന് എക്കോ കൊടുത്തപ്പോഴത്തേന് ഈ ഒരു അനൗൺസ്മെന്റിന്റെ ഒരു രീതിയിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണം മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന മിക്ക പ്രൊജക്ട്സിനും നമ്മൾ മ്യൂസിക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് ഫയൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മ്യൂസിക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മ്യൂസിക്കിന്റെ സൗണ്ട് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. സൗണ്ട് ചെറുതായിട്ട് കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക്
Gains are A. Minus A. ഇതിൻ്റെ ഗെയിൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ Edit. Select. Tab or A. സൗണ്ട് കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ, സൗണ്ട് കുറച്ച്. ഇനി നമുക്കൊന്ന് രണ്ടുകൂടെ ഒന്നിച്ച് Best backdrop. കേട്ട് നോക്കാം. Best announce. എന്നിട്ട് ഒരു ലെവലാവുന്നതിനായിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഈ അനൗൺസ്മെൻറ്റിൻ്റെ വോയിസ് ഒന്ന് കൂട്ടി കൊടുക്കാം. Announce Studio Home the Good. Gains are A. Or A. Announce Studio. SR Talks. Champion Initiative. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴും ലെവലായിട്ടില്ലെന്നറിയാം. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ അപ്പോൾ ഈ മ്യൂസിക് കുറച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. Gains minus or A. Announce. ഓക്കെ, പിന്നെ നമുക്കൊന്ന് കേട്ട് നോക്കാം ലെവലായിട്ടുണ്ടോ എന്ന്. SR Talks. Champion Initiative to support students with ഓക്കെ, അപ്പോൾ ഇച്ചിരി കൂടെ ലെവലായി വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കൂടെ Minus E. കുറച്ച് മ്യൂസിക് ഇച്ചിരി കൂടെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ Or A. ഒന്ന് നോക്കാം. Announce. SR Talks. Champion Initiative to support students with visual impairment. First one. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ രീതിയിൽ മ്യൂസിക് കേൾക്കുന്നതായിട്ട് തോന്നാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോഴത്തേന് അനൗൺസ്മെൻറ്റ് ഇച്ചിരി കൂടെ ഒരു ഭംഗി കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാവും. ഫോട്ടോ ഉപയോഗിച്ച് ഇങ്ങനെ പേരൊക്കെ കൊടുത്ത് നമുക്ക് അനൗൺസ്മെൻറ്റ് N-O-S. ഇപ്പം അനൗൺസ്മെൻറ്റ് ANONSMENT. Announcement. ഓക്കെ, അങ്ങനെ കൊടുത്ത് നമുക്ക് Warning ഇങ്ങനെ dialog. Your tracks will be mixed down and exported as or it don't show or A button. Unknown നമ്മൾ cursor. ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്. Add new mixed stereo counter S. നമ്മൾ ഇത് 2 ട്രാക്ക് ചെയ്തുകൊണ്ട് ഇത് മിക്സി അതിൻ്റെ റെൻഡർ കൊടുത്ത് ഇതൊന്നും ആക്കേണ്ടിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ No export. എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂ. Export A-N-O-N-S-M. ഓഡിയോ നമുക്ക് 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഓഡിയോ 2 രീതിയിൽ എടുക്കാൻ പറ്റും. നമുക്ക് ആളുകൾ എങ്ങനെ വേണമെന്നുള്ള രീതിക്ക് അത് അയച്ചു തരുന്ന പ്രോജക്ട്സിന് ഇപ്പോൾ അനൗൺസ്മെൻ്റ് ആണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അയച്ചു തന്ന് നമ്മൾ മൊബൈലിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് കയറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇപ്പോൾ നേരത്തെ ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഈ ഒഡാസിറ്റിയിൽ ഇങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫയലിൽ നേരിട്ട് എന്നിട്ട് ഓപ്പൺ വിത്ത് കൊടുത്തിട്ട് ഒഡാസിറ്റി എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് ചെറിയൊരു നീഡ് മാത്രമേ ഉള്ളതുകൊണ്ട് പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് കൊടുത്ത് നമ്മളിത് സേവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കേട്ട് നോക്കുകയും പിന്നെ മൊബൈൽ ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് ഞാൻ മൊബൈലിലൂടെ അങ്ങനെ അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇപ്പം നിലവിൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എക്സ്പോർട്ട് ചെയ്ത് വെച്ചത് ഇത് കേൾപ്പിക്കാം നമ്മളിപ്പോൾ ചെയ്തത്. Adobe Sound ambient services to all sounds, all with all beat, all ambient ഇനി അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇത് ഫയൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യാം. Champion Initiative to support students with visual impairment. പിന്നെ ഒരുപാട് എഫക്ട്സ് ഉണ്ട് ഈ ഒഡാസിറ്റി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ. കൂടുതൽ നമുക്ക് അവർ ഇതിപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കാണിച്ചു തന്നത്. ഓഡിയോ ഡ്രാമാസ് എടുക്കാൻ തുടങ്ങി. നമ്മൾ തന്നെ കഥ ഉണ്ടാക്കി സംഭാഷണം, തിരക്കഥയും സംവിധാനവും അതെല്ലാം ഏറ്റെടുത്ത് എല്ലാം പിന്നെ ശബ്ദം കൊടുക്കാൻ മാത്രം ആയിരിക്കും മിക്കവരും ഉണ്ടായിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആ താല്പര്യം കൊണ്ട് നമുക്കൊരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ എഡിറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ ഏറ്റെടുത്ത് അങ്ങനെ നമ്മൾ ശബ്ദാമൃതം എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് സ്ഥാപിക്കുകയും ആ ട്രൂപ്പിനൊരു ഔദ്യോഗിക യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അതിനകത്ത് ഓഡിയോ ഡ്രാമാസ്, ഓഡിയോ ഷോർട്ട് ഫിലിംസ്, ഓഡിയോ മൂവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ തന്നെ 3 പ്രോജക്ട്സോളം ചെയ്ത് കഴിഞ്ഞു. 3 ഓഡിയോ ഡ്രാമ, ഒരു ഓഡിയോ ഷോർട്ട് ഫിലിം, പിന്നെ ഒരു 3D ഓഡിയോ ഡ്രാമ, അതുപോലെ തന്നെ വേറൊരു ഓഡിയോ ഷോർട്ട് ഫിലിം, അങ്ങനെ 3 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു ഓഡിയോ മൂവി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട് ശബ്ദാമൃതം ചാനലിൽ. തുടങ്ങിയിട്ട് 1-2 വർഷം ആവുന്നേ ഉള്ളൂ ചാനൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എഡിറ്റിങ്ങിൻ്റെ രംഗത്ത് ഒരുപാട് സപ്പോർട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴും പിടിച്ചിരിക്കാൻ പറ്റുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കലും ഒരുപാട് സപ്പോർട്ടിൽ ഒരു സപ്പോർട്ടായാലും കുറഞ്ഞു പോയാൽ തന്നെ നമ്മളത് വല്ലാത്ത രീതിയിൽ തന്നെ ബാധിക്കും. അത് ഉറപ്പാണ് എനിക്ക്.
സപ്പോർട്ടല്ല, മറ്റുള്ളവരുടെ ഒരു സ്നേഹം സപ്പോർട്ടും കൊണ്ടല്ലാതെ ഇന്ന് വരെ എനിക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ എവിടെ ആയാലും പറയും. അത് ഞാൻ എന്നും നന്ദിയോടെ എപ്പോഴും ഓർക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയുമാണുള്ളത്. അച്ഛൻ ഇൻകം ടാക്സ് ഓഫീസിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാണ്. അമ്മ വളശ സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ചേച്ചി ഇൻഫോ പാർക്കിൽ അവിടെ ടെക്നോളജി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഒക്കെ ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ആ രീതിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2010-11 ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇത്രയും നാൾ ഇവിടെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെക്കാളും ഇഷ്ടം നമ്മുടെ നാട് തന്നെയാണ്. പക്ഷേ പഠിക്കേണ്ട ഒരാവശ്യം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തതൊരു മകള്, മകളുടെ ഇളയതാണ് മകന്. മകന് ബൈ ബർത്തിലെ കാഴ്ചയില്ലായിരുന്നു. ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു, അവരൊരു സ്കോപ്പും പറഞ്ഞില്ല. പിന്നെ അവൻ്റെ ഒരു 5.5 വയസ്സായപ്പോഴത്തേന് ഞങ്ങൾ പത്തനംതിട്ട ഇലന്തൂർ എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ പ്രോപ്പർ പ്ലേസ്. മോൻ്റെ എഡ്യൂക്കേഷൻ പർപ്പസിൽ ഞങ്ങളിവിടെ ഒളശ അന്ധവിദ്യാലയത്തിലേക്ക് വന്ന് അവിടെ മോനെ 1 to 10th വരെ അവിടെ പഠിപ്പിച്ചു. ഞങ്ങളൊരു 2-3 കൊല്ലമൊക്കെ റെൻറ്റിന് വീടെടുത്താണ് താമസിച്ചത്. അതിനുശേഷം പിന്നെ സ്വല്പം വസ്തു വാങ്ങിച്ച് വീട് വെച്ചിപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ താമസിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടും മോൻ്റെ വിദ്യാഭ്യാസമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ 1 തൊട്ട് 10 വരെ മോനെ ഒളശ അന്ധവിദ്യാലയത്തിൽ നല്ല മിടുക്കനായിട്ട് പഠിച്ചു. അവന് പഠിത്തത്തിൽ മാത്രമല്ല കലാപരമായ കാര്യത്തിലൊക്കെ അവന് ദൈവം ചെറിയ ചെറിയ കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളർത്തിക്കൊണ്ട് വരാനുള്ള ചില അവസരങ്ങൾ കിട്ടിയിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ മത്സരങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അവിടെയൊക്കെ അവന് A ഗ്രേഡ് ഫസ്റ്റൊക്കെ നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ട്രോഫികളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഡിഗ്രി ഫൈനൽ ഇയർ CMS കോളേജ് കോട്ടയത്ത് BA ലിറ്ററേച്ചർ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ 1000 മഴവിൽ പോലെ, ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും, പതിയെ ഞാൻ തൊടുന്നതും അവളുമായും, തീരാതെയുള്ളിൽ നീളമഞ്ഞിൻ ചൂട്, തോരാതെ നിന്റെ ചിറകിന് ചേരുമെൻ തൂവലിൽ, നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും തേൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും, പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ 1000 മഴവിൽ പോലെ, ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും, പതിയെ ഞാൻ തൊടുന്നതും അവളുമായും, മോതിരം
കൈമാറാൻ മനസാലെ മൂളുന്നു സമ്മതം. താരകൾ മിന്നുന്നു ഒരു നൂറു നൂറായിരം, ഒരു പൂക്കാലം കൺകളിലാടുന്നു. രാവേദോ കണ്ണതിയാകുന്നു, കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ. നിലാവിതൾ മെടഞ്ഞൊരാ കൂടു തേടിയോ. ഓ ഓ പറയുവാനിതാദ്യമായി വരികൾ മായേ. മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളുമായും. അതുൽ കൃഷ്ണയെ കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇദ്ദേഹം ഓഡിയോ എഡിറ്റിങ്, മിക്സിങ്, അനൗൺസ്മെൻറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ച് ഒക്കെ വളരെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കണം. കാരണം ഒരുപാട് കഴിവുള്ളൊരു കുട്ടിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് അതിൽ നിന്ന് കൊടുക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അതുലിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അതിനുവേണ്ടി ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയണം. പിന്നെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. താങ്ക്